ഹലോ ഗൈസ്, നമുക്കൊരു കുണുവാവയുടെ കഥ കേട്ടാലോ. ആക്ച്വലി ഇവനെ ഞാൻ എടുക്കൂലെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവനെ ഒന്നൊന്നര പ്രാന്താണ്. അടിയും കൊണ്ട് ആശാരിച്ചും കടിച്ചിട്ട് പിന്നെ പട്ടിക്ക് മുറിപ്പുറിപ്പ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അനാവശ്യമായി ഒരാളെ പോയി പ്രൊവോക്ക് ചെയ്ത് എഞ്ചടാ കുഞ്ഞുവാവേ, എഞ്ചടാ കുഞ്ഞുവാവേ, ഇടി കിട്ടുമെന്നറിയത്തില്ലേ? ഇവൻ വിചാരിച്ച് യൂട്യൂബ് തുറന്നു വെച്ചിട്ടിരുന്ന് പ്രസംഗിക്കുന്നത് പോലെയാണ് ഡയറക്റ്റ് ഒരാളോട് അപ്രോച്ച് ചെയ്യുന്നതെന്ന്. അവൻ ആദ്യം വാൺ ചെയ്തു, വീണ്ടും വാൺ ചെയ്തു, വീണ്ടും നിർത്തടാന്ന് പറഞ്ഞു. എബടാ ഇല്ല, ഞാൻ ഹീറോ, ഞാൻ മാസാടാ, ഞാൻ മാഷാടാ. BGM കിട്ടാൻ കൊണ്ട് ചെയ്തു. തുണ്ട് സിജോയ്ക്ക് ഒരു ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലേ നിങ്ങൾ? അയ്യോ മസീവ്. ഏതായാലും ഇവൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ഷൈനും ബാക്കിയുള്ളവരോട് ചേർന്നിട്ട് ഈ തുണ്ട് സിജോയ്ക്ക് ഗപ്പ് അങ്ങോട്ട് കൊടുത്ത് ആദരവ് പ്രകടിപ്പിക്കുന്നു. അതുവരെ വലിയ കാര്യമായിട്ടുള്ള പ്ലേ ഒന്നും ചെയ്യാതിരുന്നത് ഒരുത്തൻ പെട്ടെന്നൊരു ഇടി കിട്ടിയപ്പോൾ പ്രിവിലേജ് കിട്ടിയതുപോലെ അവിടെ കിടന്ന് ഡാൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യമായിട്ട് ഇവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവൻ്റെ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മൊത്തം തുണ്ടാണ്. തുണ്ട് പറഞ്ഞ് ജയിച്ച് നിൽക്കുന്ന ഒരുത്തൻ. ഈ തുണ്ട് ഇഷ്ടപ്പെടുന്ന കുറേ അധികം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത്രയധികം കോടി ജനങ്ങൾക്കിടയിൽ തുണ്ട് കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ ഞരമ്പ് രോഗികളാണ് അവൻ്റെ കസ്റ്റമേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്. എനിവേ, ഇപ്പം അവൻ പറഞ്ഞത് എടാ കുണുവാവേ, ഉളുപ്പുണ്ട് ഇടാ. പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടാകും. ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അനാവശ്യമായിട്ട് സംസാരിക്കാൻ പോലും വയ്യാത്ത വണ്ണം ഇടി കിട്ടിയിട്ട് അഹങ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടെന്ന് നോക്കിക്കോളി. എന്തൊരു അഹങ്കാരമാണ്. പക്ഷെ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാല് ശരിയാവത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വലിയ വിചാരിച്ചില്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും 2 വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 16ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺഫ്രൻസ് റൂമിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാരെ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്രയാണ്? കാരണം നീ തന്നെയാണല്ലോ മാലക്ക് കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. സംഭവമൊക്കെ കൊള്ളാം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ അണ്ണ, ഇടയ്ക്കൂടെ കയറി ചോദിക്കണം. പിന്നെ അണ്ണന് ബസമൊന്നും തോന്നരുത്. അണ്ണൻ ഭയങ്കര മര്യാദ, ഡീസന്റ്, BEd ഒക്കെ പഠിച്ച ടീച്ചർ ലെവൽ എഡ്യൂക്കേഷനുള്ള ഒരു വായി നോക്കിയാണല്ലോ. അണ്ണൻ എന്താണ് അണ്ണ വായിന്ന് വരുന്ന അത്രയും കാട്ടവരാതം മാത്രം വരുന്നത്? വാട്ട് കോക്കനട്ട് ഈസ് ദാറ്റ്? എഡ്യൂക്കേഷൻ ലെവൽ വെച്ചിട്ട് നോക്കുമ്പോൾ അനക്ക് ഒരു ക്വാളിഫിക്കേഷൻ നമ്മളെ മനസ്സിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അനക്ക് ഈ പെണ്ണുങ്ങൾ രതിവൈകൃതങ്ങളും പെണ്ണുങ്ങൾ അവിടെ കിടന്ന് മാത്രമല്ലേ താൻ പറയുന്നുള്ളൂ. ഇനി അത് പോട്ടെ, താൻ അവിടുന്ന് വന്നപ്പോൾ സെറ്റപ്പാക്കി കുറേ എണ്ണത്തിനെ വെച്ചുകൊണ്ട് ആള് നിന്നത് എഞ്ചിനായിരുന്നു. കശി കൊടുത്ത് വെച്ചതാ. ജിൻഡോ വന്നപ്പോഴുള്ള ഒരു ആരവം, ജിൻഡോ വന്നപ്പോൾ ഉള്ള ഒരു മനുഷ്യൻ, അതായത് അത്രത്തോളം ആൾക്കാർ വേറെ ആരും വന്നപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. ജിൻഡോ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അത്രത്തോളം ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യാൻ കാത്തു നിന്നിരുന്നു. ബാക്കി എല്ലാ എണ്ണവും നന്നായി. അതായത് സീസൺ 6 സത്യം പറഞ്ഞാൽ ഓരോ കണ്ടസ്റ്റന്റും നാറിപ്പുഴുത്താണ് അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ലാസ്റ്റിലുണ്ടായിരുന്ന കുറച്ച് പേര് രക്ഷപ്പെട്ടു. കാരണം അവസാന സമയത്ത് ഇവർ പുറത്തേക്ക് വരുന്നത് വെയിറ്റ് ചെയ്ത് ആരും നിന്നിട്ടുണ്ടായിരുന്നില്ല. കപ്പടിച്ചിട്ട് ജിൻഡോ വരുന്ന ഒരു ടൈമാണ്. ബാക്കി ഓരോ കണ്ടസ്റ്റന്റും പുറത്തേക്ക് വരുമ്പോൾ അത്രത്തോളം അപമാനിതരായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ 2 പേരൊഴികെ, അൻസിബയും സിബിനും അൻസിബയും വന്നപ്പോൾ ആ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്രയും പേര് കാത്തുനിന്നു. സിബിനൊക്കെ ഇറങ്ങുമ്പോൾ പലരും കരഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ഒരു ദിവസത്തേക്ക് പിന്നെ അത് കാണാൻ പോലും ഉണ്ടായിരുന്നു. അത്രത്തോളം വിഷമം ഉണ്ടാക്കിയ ഒരു എവിക്ഷൻ ആയിരുന്നു സിബിൻ്റെത്. നീ വന്നപ്പം കൂടെ നിന്ന് നീ പെണ്ണുമ്പോൾ നീ ശരണ്യായിട്ട് അവിടെ കിടന്ന് കാണിച്ച സെറ്റപ്പും ശ്രീതുമായിട്ട് അവിടെ കിടന്ന് കാണിച്ച സെറ്റപ്പും ഒക്കെ മനസ്സിലാക്കിയിട്ട് നീ നമ്മളുടെ സ്പേസ് പോകുമെന്ന് പറഞ്ഞ് പേടിച്ച് ഓടി വന്ന നിന്റെ പൂർവ്വകാമുകി. ഇനിയിപ്പോൾ അത് പൂർവ്വകാമുകിയാണല്ലോ, നീ ഇളകെട്ടാർന്ന് പോയില്ല നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ ആ പൂർവ്വകാമുകിയും അല്ലാതെ വേറെ ഏതെങ്കിലും വാഴകൾ അവിടെ വന്നായിരുന്നോ? വാഴയ്ക്ക മൊറ. നീ ആ പെൺകൊച്ചിൻ്റെ കൂടെ തന്നെ അനീത്തിക്കുറ്റി എന്ന് നടന്ന ആ കൊച്ചിൻ്റെ ലൈഫും കളഞ്ഞ്, ആ കൊച്ചിൻ്റെ അക്സെപ്റ്റൻസും കളഞ്ഞ്, ആകെ മൊത്തത്തിൽ 2 പേരുടെ പ്ലേയും കളഞ്ഞ് നീ എന്തോ നേടിയെന്നാ നീ പറയണേ? സത്യം പറഞ്ഞാൽ റോക്കി പിന്നെയും യഥാർത്ഥ ബോധത്തോട് കളിച്ചു. ജാസ്മിൻ്റെ കള്ളത്തരങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാൻ റോക്കിയുടെ കൂടെയുള്ള സംഭാഷണങ്ങളാണ് നമുക്ക് ഉപകരിച്ചത്. കാരണം റോക്കി എടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കിവിടെ ഇവനുമായിട്ട് എന്താ റിലേഷൻഷിപ്പ്, നീ അവനുമായിട്ട് എന്താ ഈ കാണിക്കുന്നത് എന്ന് കൃത്യമായി ചോദിച്ച് അവൾ ഒരു കള്ളത്തരം പറഞ്ഞു അതിനൊന്ന് മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പം വെറും ബലൂണാണല്ലേ ഇവൻ എന്ന രീതിയിൽ കൃത്യമായി ജനങ്ങളിലേക്ക് ആ വിവരം കൊണ്ടെത്തിച്ചത് റോക്കിയാണ്. റോക്കി പെർഫെക്റ്റ് ആണ്. പിന്നെ നീ ഇങ്ങനെയല്ലേ. അതുപോലെ നിനക്കൊരു ഇടി തന്ന ശേഷം റോക്കി സത്യത്തിൽ അത്രയധികം വേദനയോട് പോയിരുന്ന് കരയുന്നുണ്ടായിരുന്നു.
അവനതിൽ ഭയങ്കര കുറ്റബോധം തോന്നിയിരുന്നു. ഞാനായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കേണ്ടി വന്നല്ലോ, എന്നെ കൊണ്ടത് ചെയ്യിച്ചതാണല്ലോ എന്ന ടൈമിൽ അവൻ ഭയങ്കരമായിട്ട് കരയണം. അവൻ്റെ 6 വർഷത്തെ കഷ്ടപ്പാടിലേക്കാണ് നീ വെള്ളം കോരി ഒഴിച്ചത്. നീ ഒരുത്തനാണ്. പ്രൊവോക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ പ്രൊവോക്ക് ചെയ്തിട്ടാണ് നിനക്ക് ഇടി കിട്ടിയത്. പിന്നെ നീ എന്ത് വാഴയ്ക്കാൻ മണ്ടപ്പം വേണ്ടായിരുന്നുകൊണ്ട് പറയുന്നേ അയ്യേ. പിന്നെ ഇവർ ജിൻഡോ വന്നപ്പോൾ ഉള്ള ആൾക്കാരെ പറഞ്ഞു വെച്ച് വന്നത്, ജിൻഡോ വന്നപ്പോൾ ആളുകൾ മാറിയിട്ടെങ്കിൽ അത് പറഞ്ഞു വെച്ചിട്ട് വന്നത്, അങ്ങനെ ആര് വന്നാലും എല്ലാം അറേഞ്ച്ഡ് ആണ്. പിന്നെ ജിൻഡോ ജയിച്ചത് PR വർക്ക് കൊണ്ടാണ്. ഇയാൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. കാരണം ഇവൻ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെക്കിടയിൽ, അതായത് നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ജിൻഡോയെ അല്ല. ജിൻഡോ എന്ന് പേരേ പറഞ്ഞിട്ടില്ല ആ സമയത്ത്. നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ജാസ്മിനെ അല്ല, സിജോയെയാണ്. ജാസ്മിൻ പോകുന്നത് കൊണ്ട് മിക്കവാറും എല്ലാവർക്കും ഒരു PR ടീമിനെയൊക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ജാസ്മിൻ്റെ ഒരു പരിപാടിയായിരുന്നു. അത് പോരാതെ ജിൻഡോയ്ക്ക് പിന്നെ സിജോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഒരു എൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന്. ഞാനൊരു ആറ്റായിരുന്നു, കിളപ്പുളി അപ്പേനെ പോലെ, രാധയെ പോലെ, അവരെ പോലെ ഒരറ്റാട്ട് ഓർറാന്ന് പറഞ്ഞു. പിന്നെ ഇവന് സപ്പോർട്ട് ചെയ്യാനും മാത്രം, തുണ്ട് സിജോയെ സപ്പോർട്ട് ചെയ്യാനും മാത്രം അതപ്പത്തനൊന്നും എനിക്ക് വന്നിട്ടില്ല, താല്പര്യമില്ല പറഞ്ഞിട്ട്. എനിവേ, അപ്പോൾ PR ആരാണ് ഏർപ്പാടാക്കിയത്, ആരാണ് പൂമാലയും കൊണ്ട് കാത്തുനിന്നത്, ഇവനെ കാത്തുനിന്നവരെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ആർക്കാണ് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടുള്ളത്. പിന്നെ ലുലു മാളിൽ കൂടെ പോകുന്ന സമയത്ത് ആരോ മൈൻഡ് ചെയ്തില്ല എന്നുള്ള സിജോടാ. ഒരാളെ മൈൻഡ് ചെയ്യുന്നത് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ആളുകളുടെ ഇതുപോലെ ഇരിക്കും. എല്ലാവരും ബിഗ് ബോസ് കാണുന്നവരായിരിക്കത്തില്ല. ബിഗ് ബോസ് കാണുന്നവരെല്ലാവരും തന്നെ ലുലു മാളിൽ പോയിക്കൊള്ളണമെന്നില്ല. പിന്നെ ഒരാളുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറാതിരിക്കാൻ മാന്യതയുള്ളവർ തന്നെ ആയിരിക്കും മാളുകളിലൊക്കെ പോകുന്നത്. മാളുകളിലൊക്കെ അങ്ങോട്ട് ചെന്ന ഉടനെ ഒരു 10 പേര് ഓടി അങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമെന്ന് തിരിച്ചറിവുകൊണ്ടാണ് റോക്കി 4 പേരെ കൊണ്ടുപോയിട്ടുള്ളത്. ആ രീതിയിൽ നിങ്ങൾക്ക് അതങ്ങോട്ട് ചിന്തിച്ചൂടെ. പിന്നെ അയാൾ മണ്ടനോ പൊട്ടനാവട്ടെ, ഇടി ഒരെണ്ണം തന്നപ്പോൾ നിനക്ക് ഇനി ആയുഷ്കാലം മുഴുക്ക തുന്നി കെട്ടിക്കൊണ്ട് നടക്കേണ്ട ഗതികളിലേക്ക് ആക്കി തന്നില്ലേ. പവർഫുൾ അല്ലേ, അത് മതി, അത്രയൊക്കെ മതി. പിന്നെ അവൻ്റെ മാൻഷൻ, നിന്നെ കൊണ്ടൊരു കോഴിക്കൂട് പണിയാൻ പറ്റിയോ? നീ ഇത്രയും അമരാവത വർത്തമാനം പറഞ്ഞിട്ട് നിന്നെ കൊണ്ടൊരു കോഴിക്കൂടിന് പറ്റിയോ? ഇല്ലല്ലോ. അവൻ വെട്ടിയത് മാൻഷനാണെങ്കിൽ അധ്വാനിച്ച് ജീവിച്ചിട്ട് തന്നെ, അധ്വാനിച്ചുണ്ടാക്കിയിട്ട് തന്നെ. ഉള്ളവൻ പറയുമ്പോൾ എത്ര നോവുന്ന എന്തിനാണ്? എനിക്ക് റോക്കി ഇഷ്ടമുണ്ടെന്നോ അല്ലെ റോക്കി ഫാനായിട്ടോ ഞാൻ പറയണത്. ഒരാളെ ഇകഴ്ത്തുന്ന രീതി കണ്ടതുകൊണ്ട് മാത്രമേ ഈ വിഷയം എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 10-20 ദിവസം ഞാൻ മാറി നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ, നീ എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് നിനക്ക് ഉളുപ്പുണ്ടോടാ? നിനക്ക് മാന്യതയുണ്ടോടാ? നിനക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടോടാ? നീ എന്നെ എന്തെല്ലാം പറഞ്ഞേ? നിനക്കുണ്ടോ ആ സാധനം? നീ എന്തെല്ലാം എന്നെ പറഞ്ഞു? ഞാൻ പെൺവാണിഫക്കാരിയാണോ? നിന്റെ തെളിവുണ്ടോ? നിന്റെ ഉണ്ടോ? നീ അത് മുക്കിയല്ലോ, ഞാൻ റിപ്പോർട്ട് അടിച്ചോണ്ടെ നീ അത് മുക്കിയല്ലോ, നീ അത് പബ്ലിഷ് ചെയ്യടാ. വീണ്ടും ഞാൻ മോശക്കാരിയാണെന്നുള്ളത് നീ പബ്ലിഷ് ചെയ്യും. നീ എന്തെല്ലാം ഒരു സ്ത്രീ അവഹേളിക്കുന്ന രീതി പറഞ്ഞു. ഞാൻ പാകിസ്ഥാനിൽ പോകണമെന്ന് നീ പറഞ്ഞില്ലേ? നിനക്കെന്ത് അധികാരം അത് പറയാൻ? നിന്നെ പാകിസ്ഥാനിലേക്കല്ല, നിന്നെ ജഹന്നത്തിലേക്കാണ് വിടേണ്ട. അമ്മാതിരി അറാമ്പറപ്പാണ് നീ കാണിച്ചിട്ടുള്ളത്. ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന വേറൊരാളുണ്ടോയെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ ഉണ്ടാവില്ല. ഇവനും കിക്ക് എന്ന സംഘടനയുടെ കൂടെ ചേർന്ന് കിക്കനും കൂടെ ചേർന്ന് എത്രയോ പേരെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇവരൊരു യുണൈറ്റഡ് ആണ്. കൈസ്, ഇവൻ, അവൻ, എല്ലാത്തിനും ഒരേ പ്രശ്നം തന്നെയാണ്, കഴപ്പ്. ആ കഴപ്പിന് നല്ല പോലെ ഇവൻ്റെയൊക്കെ സാമാനം പിടിച്ചു വെച്ച് അമ്മിക്കല്ലി കയറ്റി വെച്ച് തരിച്ചങ്ങ് വിട്ടുകൊടുക്കണം. സ്ത്രീകളെ അവഹേളിക്കുന്നതിൽ ഇവന്മാർ മുൻപന്തിയിലാണ്. പുറത്തവൻ്റെയൊക്കെ മുഖം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സംഭവം. നല്ലബനിക്ക് നല്ലബൻ, ബല്ലബനിക്ക് ബല്ലബൻ എന്നാണ്. കിട്ടിയതൊന്നും പോരേടാ, തല്ലുകൊള്ളി, കിട്ടിയതൊന്നും പോരേടാ. നിനക്ക് ആ ഇടി നിനക്ക് ഞങ്ങൾ തന്നതാ, ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നതാ. വാങ്ങിയില്ലേ, കിട്ടിയില്ലേ, അതാണ് പൊളിച്ചിടം. കൊട്ടേഷൻ കൊടുത്താൽ ഇമാതിരി ഇടിച്ച് പൊട്ടിക്കത്തില്ല. അതുപോലെ അതാണ് പറഞ്ഞത്. കർമ്മ കിട്ടിയ അടിയുണ്ടല്ലോ എനിക്ക് ഭയങ്കര. ഈ സീസൺ 6 റോക്സ്. ഇറ്റ്സ് ഓൺലി ഫോർ മീ. താങ്ക് യു സോ മച്ച്. എൻ്റെ മോൾ ഷൈനി, എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അവരെ ആശ്വസിപ്പിക്കേണ്ടി വരും പൊതുജനം ഇനിയും. കാരണം നിന്റെ കൈയിരിപ്പിന് അവർക്ക് ഇനിയും കിട്ടും. അവരുടെ ഈ മോനെ ആളുകൾ എടുത്ത് എറിയുന്നത് കാണേണ്ടി അവർക്ക് ഇനിയും വരും. അതല്ലേ ആ തള്ളവെന്ന് കാരണപ്പം ഞാൻ പറഞ്ഞു, അയ്യോടി നന്നായിട്ട് വളർത്തണം, മകൻ ചെയ്യണം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ മകനെ ആളുകൾ എടുത്തിട്ട് എൻ്റെ പൊന്നു മോനേ എന്ന് നിലവിളിക്കേണ്ടി വരും അമ്മച്ചിക്ക്. മര്യാദയ്ക്ക് മക്കളെ വളർത്തണം. മക്കളെ വളർത്തിയാൽ അടക്കം ഒതുക്കത്തോടു കൂടി വളർത്തണം. നാട്ടുകാരെ നെഞ്ചത്ത് കയറിയിട്ട് മക്കൾ കൊണ്ടുവരുന്ന ആഹാരം ഭക്ഷിച്ചാൽ ഇതുപോലെ മക്കൾക്ക് വേണ്ടി മോങ്ങേണ്ടി വരും. അതാണ് നിന്റെ തവ ചെയ്തിട്ട് അവർക്ക് ഇനിയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത.
അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്റെ എടാ അവൻ കുടുംബാവ അല്ലാന്ന് അവൻ തെളിയിച്ചില്ലേ? അവൻ ഗാംഭീര്യമുള്ള ഒരു ആണർത്തനാണെന്ന് അവൻ തെളിയിച്ചില്ലേ? കുണുവാവ നീയല്ലേ ഇടിയും കൊണ്ടിട്ട് ഇന്നെന്താ നീയല്ലേ? ഫ്രണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോൺടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ കുറിച്ച് ഈ കുടുംബത്തെ നന്നായിട്ട് അറിയാം. അവരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ 100 ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു 98 ദിവസം പുറത്തിറങ്ങുന്നു. ഫിനാലെ എല്ലാം കഴിയുന്നു. പിന്നെ അവിടെ പിടിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താൻ രീതിയിൽ ഈ പൊറോട്ട് നാടകം ഉളുപ്പില്ലാത്ത ഈ സോറി പറച്ചില് പിന്നെ അവനെ അവിടെ വിളിക്കാത്ത കാര്യം നീ സമ്മതിക്കാത്തോണ്ടാണ്. നിനക്കത് പ്രശ്നമാണ്. നിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു പറ്റൂല. നീ പുറം സമൂഹത്തെ, അതായത് മറ്റുള്ളവരോട് നീ പറഞ്ഞത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അവനോട് ക്ഷമിച്ചു, എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, അവനെ തിരിച്ചെടുക്കണം ഗോയ്സ് എന്നൊക്കെ നീ ഇരുന്ന് പറഞ്ഞ് ഒലിപ്പിച്ച കള്ളത്തരമാണെന്ന് നിന്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് തെളിവാണ്. നിന്റെ ഈ 2 ഫാദർ സിൻഡ്രം നീ ഇപ്പൊ കാണിക്കുന്നുണ്ട്. അതായത് നിനക്ക് ഇപ്പൊ പറയണതല്ല അപ്പോഴും നീ പറഞ്ഞു. അപ്പോഴും നീ എന്താ പറഞ്ഞേ? എനിക്കൊരു പ്രശ്നമില്ല, അവനെ എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ലെന്ന്. പക്ഷെ നീ വിലക്കിയിട്ടാണ് അവർ ആ ഫിനാലയിലേക്ക് അവനെ ക്ഷണിക്കാതിരുന്നത്. അല്ല അവർക്കെന്ത് ദേഷ്യം? അതിനേക്കാൾ വൾഗറായിട്ട് ഇപ്പം റസ്മിൻ അടിച്ചില്ലേ? ജാസ്മിനെ അടിച്ചല്ലോ, പൊട്ടിയില്ലെന്നല്ലേ ഉള്ളൂ, പൊട്ടലൊന്നുമില്ലെന്നല്ലേ ഉള്ളൂ. അടി അവക്ക് കിട്ടിയോ? അവളുടെ തലയിരുന്ന ഹെൽമെറ്റും അടിച്ചു പൊട്ടിച്ചു. എന്നിട്ടോ അവരെ പുറത്തു വിട്ടോ? ഇല്ലല്ലോ. നിന്റെ അറാമ്പറപ്പ് കൊണ്ടാണ് അവർക്ക് അവൻ്റെ ആ ഒരു സ്പേസ് നഷ്ടപ്പെട്ടത്. തുടരുതടാ തുടരുതടാന്ന് പറഞ്ഞപ്പോൾ താടി പിടിച്ച് വലിച്ച് അവൻ്റെ ദേഹത്ത് തൊട്ട് ഇടി കിട്ടി. എടാ തല്ലുകൊള്ളി, നിനക്കത് കിട്ടണമായിരുന്നു, നിനക്കത് വേണമായിരുന്നു. അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാച്ചിനില്ലേ, ആ മാച്ചിന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ് പൂർത്തി വെച്ചേക്ക്. പിന്നെ നിന്റെ ഈ കലാപരിപാടി നിർത്തല്ലേ കേട്ടോ, കിണ്ണ സാധനമാണ്. എനിക്ക് ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് സത്യടാ, എനിക്ക് നിന്റെ ഈ കോമഡിയാണോ അങ്ങനെ എനിക്ക് ചിരിക്കണമെന്ന് തോന്നപ്പോൾ ഞാനും എടുത്തു വെച്ച് കാണുന്നത് നിന്റെ ഈ പടു കോമഡിയാണ്. അവന് മാൻഷൻ ഉണ്ടെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയതാ, പെണ്ണുങ്ങൾ അപരാധം പറഞ്ഞുണ്ടാക്കിയതല്ല. ആ കാര്യത്തിൽ ഞാൻ ഓക്കെ സമ്മതിച്ചു. അവന് സ്വയം പൊങ്ങത്തരം ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. സ്വയം പൊങ്ങത്തരമൊക്കെ അവനിക്കുണ്ട്. പക്ഷെ ആ ഉണ്ടാക്കിയത് തന്നെ. ഓരോരുത്തരും എത്രയും കഷ്ടപ്പെട്ട ഒരു വീടൊക്കെ വെക്കുന്നത്, എന്തോരം കടം വാങ്ങിയും അതൊന്നും അവൻ പറയുന്നില്ല. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും പറയുന്നത് കഷ്ടപ്പെട്ട് തന്നെ അവൻ ഒരു വീടുണ്ടാക്കി. അത് സത്യം പറഞ്ഞാൽ അത് അഭിമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിൻ്റെ അടിയിൽ പൂഴ്ത്തി വെക്കാം. നിന്നെ കിട്ടുമെങ്കിൽ അവൻ അതിനകത്ത് വെട്ടി മൂടൂടാ, എഴിച്ച് പോടാ നാറിയിരുന്ന് കൊണയടിക്കാതെ. കിട്ടേണ്ടത് കിട്ടിയാലെങ്കിലും അങ്ങ് അടങ്ങണ്ടേ. പിന്നെ നിഞ്ചി ഷോറി വേണ്ടെങ്കിൽ തിന്നണ്ട, നീ വാങ്ങണ്ടടി, നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അവൻ സോറി പറഞ്ഞാൽ അത് അവൻ്റെ വലിയ മനസ്സ്. ഞാനാണെങ്കിൽ അതും പറയത്തില്ല. സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കര മാസമായിരിക്കും, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നു. അത് പറയുമ്പോഴേ എനിക്കും ചിരി നല്ല സ്ത്രീ വരുന്നുണ്ട്. മര്യാദയ്ക്ക് പറയാനുള്ള നാക്ക് പോലും ഇല്ലാണ്ടായില്ല, അഴിച്ചു പൊഷിക്കുന്നല്ലോ. അതാണ് ഇപ്പം നിനക്ക് അടി കിട്ടിയതിൽ അല്പമെങ്കിലും സഹതാപമുള്ളവർക്ക് പോലും മാറി നിന്നിട്ട് ചിരിക്കേണ്ടി തോന്നും. കാരണം നീ ഡിസേർവ് ചെയ്യുന്ന ഇടിയാണ് അവൻ നിനക്ക് തന്നത്. നിനക്ക് ഇത് കിട്ടിയാൽ പോരാ എന്നുള്ളതിന്റെ തെളിവാണ് നിന്റെ ഇപ്പോഴത്തെ ഈ പ്രസംഗം. നിന്റെ ഈ പ്രസംഗം കണ്ടാൽ മനസ്സിലാവും ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് കിട്ടേണ്ടിയിരുന്നു. ഇതേപോലെ വിവരക്കേട് കാണിച്ചു വിട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല. ആൾക്കാർ ബിരിയാണി കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് നിർത്തുന്നു. അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് 5-6 പേരെ പൗണ്ടേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു. 10 ലക്ഷം രൂപയ്ക്ക് ഉപ്പിടിക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു. ഇന്റർവ്യൂവില് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു. പിന്നെ ഈ പറയപ്പെടുന്ന കുടുംബങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയമൊന്നുമില്ല. ഈ കുട്ടികളുടെ തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരായിരിക്കും കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് അതിൽ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് പിടിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത്. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് അഭ്യർത്ഥനയുള്ളത്, ഈ വിവരക്കേട് കുടുംബത്തെ ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാനേജറോ പിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ രാജിവെച്ച് പോകരുത്. ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. അതുകൊണ്ട് എന്തായാലും മോൻ ആ സോറി എന്നെ കയ്യിൽ തന്നെ വെച്ചോ. വിവരക്കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ട് അത് ഇനിയും തുറന്നു പോവുക. പിന്നെ അവിടെ വെച്ച് ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഷോയിലെ ഒരു ഷോയ്ക്ക് എപ്പോഴും പാലിക്കേണ്ട ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറം ഞാൻ ഉണ്ടെങ്കിൽ ചെയ്തത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെ വിശദമായി ഞാൻ വീണ്ടും സംസാരിക്കാം. അപ്പൊ എന്തായാലും മോനെ സോറി മോനെ മടക്കി വെച്ചേക്കാണ് ആ കുടുംബം. അവന് സോറി വേണ്ടെന്ന്. അവനിപ്പോൾ വേണ്ട എന്നറിയാമോ? പുറത്തു വന്നപ്പോഴത്തേക്കാണ് അവന് മനസ്സിലായത് കേസ് കൊടുത്തിരുന്നെങ്കിൽ അതിനകത്ത് നിന്നതിനേക്കാൾ കൂടുതൽ പൈസ അവന് കിട്ടുമായിരുന്നു എന്നുള്ളത് അവനിപ്പോഴാണ് മനസ്സിലായത്. അപ്പം പണത്തിന് വേണ്ടിയിട്ടാണ് ഈ കുന്തളിപ്പും ഈ കൂത്താട്ടുകളും ഒക്കെ കാണിക്കുന്നത്. അല്ലാതെ
വേറെ ഒന്നുമല്ല. ഇവൻ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് കളവാണ്, ഇവൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞത് കളവാണ്. ഇവന് അതിനകത്ത് നിൽക്കാനും ഇവന് കപ്പ് കിട്ടുമെന്ന് ഇവൻ പ്രതീക്ഷിച്ചിരുന്നു. അതായിരുന്നു ഇവൻ നടന്നത്. പിന്നെ ഇവൻ അതിനകത്ത് കുറേ ഡ്രാമയൊക്കെ കാണിച്ചു. പിന്നെ ലവിൻ്റെ സ്ട്രാറ്റജി പിടിച്ചു ശരണ്യയുമായിട്ട്. ഇതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും അത് ശരണ്യ ഭാഗ്യമുള്ളവളാണ്. അല്ലാച്ചാൽ ശരണ്യ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ തുണിയൊട്ടി കേസിൽ നിന്നും വ്യത്യസ്തമായി അവൾ ഭയങ്കര നാറിയനെ ഇവനുമായിട്ടൊരു ഇത് ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ അതിനകത്തുള്ള ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലായത്. ഒരു പെണ്ണും കൂടെ വന്ന് അത് വെച്ചിട്ട് ഒരു കോംബോ തയ്യാറാക്കിയാൽ മാത്രമേ ഇവർക്ക് അങ്ങോട്ട് അത് സക്സസ് ആവുള്ളൂ. കോംബോയുടെ ഒരു മഹാമഹമായിരുന്നു അവിടെ. അൻസിബ ഋഷി കോംബോ, ഇവനും ശരണ്യായിട്ടുള്ള കോംബോ, പിന്നെ ജാസ്മിനും ഗപ്രിയും മറ്റേ അർജുനും ശ്രീതുവും എന്ന് വേണ്ട കോംബോകളുടെ ഒരു ഭയങ്കര ഒരു സാധനമായിട്ടാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു കോംബോസ്. ഞാൻ ഓർത്തത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒക്കെ തന്നെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. സിജോയുടെ അടുത്ത് എനിക്ക് ഒരു ലവലേശം പോലും സഹതാപമോ ഇതോ എനിക്ക് തോന്നാറില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന്. നിങ്ങൾ ആ ചാനലിൽ പോയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. പിന്നെ എനിക്ക് പേഴ്സണലി എന്നെ ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട്. കാരണം 1-2 വീഡിയോ അല്ല, 4ഓളം വീഡിയോകൾ കണ്ടിന്യൂസ്ലി ഞാൻ ഇപ്പുറത്തൊന്നും ഞാൻ മിണ്ടുന്നില്ല എന്ന് ഓർത്തോണം. ഞാൻ റിയാക്റ്റേ ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കി, ഞാൻ ഒരിടത്ത് പോലും അവനെ ഞാൻ എടുത്തിട്ടേ ഇല്ല. ഞാൻ കൊണ്ടുപോയി കേസാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ സംസാരിച്ചിട്ടുള്ളവരൊക്കെ ഞാൻ വെറുതെ വിടും, അല്ലാത്തവരെയൊക്കെ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്തത്. അപ്പോൾ ഞാൻ കേസാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് പൊതുസമൂഹത്തിന് ആപത്താണെന്നും ഇത്തരക്കാരെ നമ്മൾ പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നല്ലതെന്നും തിരിച്ചറിവുള്ളത് കൊണ്ട് ഞാനത് മൈൻഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു വിഷയത്തിൽ റോക്കിക്കൊപ്പം തന്നെയാണ്. കാരണം അവന് അവൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, അവൻ എങ്ങനെ നടക്കണം വേണ്ട എന്നുള്ളത് അവൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ആരെങ്കിലും ജയിച്ച ഉടനെ ഇവൻ പറയുന്നതാണ്, നിങ്ങൾ ജയിച്ചത് പിന്നെ PR വർക്കല്ലേ, പിന്നെ മാല ഇടുന്ന നിങ്ങൾക്ക് മാല ഇട്ടത് നിങ്ങൾ കാശ് കൊടുത്തിട്ടല്ലേ. അവൻ്റെ സൗകര്യം, അവൻ കാശ് കൊടുത്ത് മാല ഇടുക, അവൻ കാശ് കൊടുത്ത് എന്തായാലും അവൻ്റെ കാശുണ്ടായിട്ടല്ലേ. നിൻ്റെ അതില്ലല്ല. നിനക്ക് നാട്ടിലുള്ള പെണ്ണുങ്ങൾ അവിഹിതവും അപരാധവും പറഞ്ഞാലേ എനിക്ക് കാശ് കിട്ടുള്ളൂ. അവൻ അങ്ങനെയല്ല, അവൻ സമ്പാദിച്ച പൈസയുണ്ട്. അപ്പോൾ ഒരാളുടെ മുന്നേറ്റവും ഒരാളുടെ പിന്നെ ഇതും കാണുമ്പോഴത്തേക്ക് ചൊറിച്ചിൽ തോന്നുന്ന ഒരു പ്രത്യേകതരം സോക്കേടാണ്. അതിന് നല്ല മറുപടിയാണ് റോക്കി നിനക്ക് തന്നിട്ടുള്ളത്. അവൻ്റെ 6 വർഷത്തെ എഫേർട്ടിലാണ്. നിന്നെയൊക്കെ പോലെ അപരാധം പറഞ്ഞ് ഫേമസ് ആയതുമല്ല അവൻ്റെ 6 വർഷത്തെ എഫേർട്ടിലാണ് അവനിക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് അക്സെപ്റ്റൻസ് കിട്ടിയത്. പിന്നെ അവൻ പറയണ കോമഡി പറയുന്നുണ്ടെങ്കിൽ കണക്കായി പോയിട്ട് ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കഴിവല്ല. നിന്നെ പോലെ സീരിയസ് ആയിട്ടിരുന്ന അപരാധം പറയുന്നതിനേക്കാൾ നല്ലതാണ് ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഭയങ്കര ടഫായിട്ടുള്ളത്. അതവന് സാധിച്ചെങ്കിൽ അവൻ നല്ലൊരു കലാകാരനാണ്. നമുക്ക് മമ്മൂട്ടി മോഹൻലാലിനേക്കാൾ നല്ലപോലെ ഓർമ്മ വരുന്ന മോഹൻലാലിനെയും പിന്നെ ജഗതിയെ മാമുക്കോയെ എന്തുകൊണ്ടാണ്? ചിരിപ്പിക്കുന്നവരായതുകൊണ്ടാണ്. ജനപ്രിയ നായകൻ എന്ന് പേരിട്ട ദിലീപല്ലേ, എന്തുകൊണ്ടാണ്? ചിരിപ്പിക്കുന്നവരായതുകൊണ്ടാണ്. ചിരിപ്പിക്കണോടാ, അല്ലാതെ ആളുകളെ കൊണ്ട് 4-3 പറയിക്കരുത്. നീ ഇനി എന്ത് വാഴയ്ക്കാത്തോരം വന്ന് പറഞ്ഞല്ലേ, നീ ഡീഗ്രേഡ് ആകാൻ പോകുന്ന വ്യക്തിയല്ല റോക്കി. നീയാണ് കുണുവാവ. കിട്ടിയതൊന്നും പോരാതെ വീണ്ടും ഇരുന്ന് കരഞ്ഞ് ഏങ്ങി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ കൊണാഫിക്കേഷൻ ഉണ്ടാക്കുന്ന കിണിഫിക്കേഷൻ. അത്രയും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.